ഇങ്ങനെ മതി. അവിടെ ഇരി. സ്റ്റാൻഡപ്പ്. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് സിറ്റ് ഡൗൺ. ഓക്കെ, സിറ്റ് ഡൗൺ പ്ലീസ്. ഹായ് ഗൈസ്. മമ്മി എന്താ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി ചീരയും മുട്ടയും കൂടി ഒരു തോരൻ വെക്കാൻ പോകുന്നു മമ്മി. ചീരയും മുട്ടയും കൂടെ. ചീരയുടെ കൂടെ മുട്ടയും കൂടി ആഡ് ചെയ്ത് നല്ല ചുവപ്പ് ചീര കിട്ടിയിട്ടുണ്ട്. കണ്ട അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതിന് വേണ്ട ചേരുവകളെല്ലാം ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ തേങ്ങയും കൂടി ഇതിൻ്റെ അകത്ത് ഇതൊന്ന് നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിന്റെ പുറത്തോട്ട് തേങ്ങ ഇടാം. ഇവനോട് ഞാൻ പറയുന്നുണ്ട് മറ്റു സാധനം ഉണ്ടല്ലോ നമ്മൾ പിന്നെ ചോപ്പർ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ല യൂട്യൂബർ. ഞാൻ യൂട്യൂബറോട് പരാതി പറയും. യൂട്യൂബറോടാണ് യൂട്യൂബിനോട് 2 പ്രാവശ്യം ചോപ്പർ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടില്ല. ഞാനില്ല, കാരണം ആദ്യം ക്യാൻസലായി. രണ്ടാമത് വിളിച്ചപ്പോൾ നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. പിറ്റേ ദിവസം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നില്ല. എൻ്റെ കുറ്റമൊന്നുമില്ല. പ്രേക്ഷകരെ നിങ്ങൾ അറിയണം, ആദ്യം തേങ്ങ അല്ലേ ചിരണ്ടത് ചതഞ്ഞ്. ഇതൊന്ന് ചതച്ചെടുക്കട്ടടാ, അരഞ്ഞു പോകും. അമ്മ ഇരിക്കുമ്പോ തല ആടാതാ. എന്നാ വാലാട്ട തല ആടാതിരിക്കും. ഞാൻ ഇതൊന്ന് ചതച്ചിട്ട 10-60 മേളിൽ എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരോടാ കളി. എല്ലാം ചതച്ച് വാരി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ പരുവം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങയ്ക്കൊക്കെ വില കൂടുതലാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനൊക്കെ ആവശ്യത്തിന് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു പിടി തേങ്ങയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇത് ഞാൻ ഇത്തിരി കൂടുതൽ തേങ്ങ ചിരണ്ടി വെച്ചെന്നേ ഉള്ളൂ. ചിരണ്ടുമ്പോൾ ഇത്തിരി കൂടുതലൊക്കെ ചിരണ്ടിയേക്കും. അപ്പോൾ ഏകദേശം അത് സെറ്റായി. നമ്മൾ ചതച്ച് കൂട്ടി വെച്ചിരിക്കുന്നു, സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടി ചട്ടി അടപ്പ വെക്കാം. പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചീരത്തോരനാണ് ഇവിടെ മമ്മി കാണിക്കാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടുകൊണ്ട് പോകുന്നവരൊന്ന് അമർത്തിക്കൊണ്ട് പോണേ മക്കളെ. എന്തോ എന്ത് വേണേലും അമർത്തിക്കോ. 3-4 സംഗതി ഇതിൻ്റെ അകത്തുണ്ട്. ബെല്ലൈക്കൺ ആൻഡ് ലൈക്ക്, കമന്റ് ബിലോ. ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യൂ. അല്ലേ അന്നേ ഞങ്ങൾക്ക് കമന്റ് വരൂ. ഞങ്ങൾ ഇവിടെ ദാഹിക്കുന്നു കമന്റിന് വേണ്ടിയിട്ടു. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് വേണം ചെയ്യാനായിട്ട്. കുറഞ്ഞ രീതിയിൽ ചെയ്ത് നമ്മൾ എണ്ണയെ വില കൂടുതലിനെ തോപ്പിക്കണം. എണ്ണയുടെ വില ഇനി കുറയാനൊന്നും പോകുന്നില്ല. വില കൂടിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ അതനുസരിച്ച് ജീവിക്കും. നമ്മളെ തോപ്പിക്കാൻ. അതെ. അപ്പം മുട്ട വെജാണോ നോൺ വെജാണോ കമന്റ് ചെയ്യും. നമ്മൾ വെജ് ആണ് ചീരത്തോരനകത്തോട്ട് നമ്മൾ മുട്ട ഇടുമ്പോൾ അത് നോൺ വെജ് ഡിഷാവോ വെജ് ഡിഷാവോ നിങ്ങൾ കമന്റ് ചെയ്യും. ഞങ്ങൾക്കറിയത്തില്ല അല്ലേ? ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടി ഭക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2-3 വറ്റൽ മുളക്. അതിൻ്റെ ഞെട്ടൊന്നും കളയത്തില്ല. വറുതാളിക്കുമ്പോൾ എല്ലാ യൂട്യൂബിലും എല്ലാ പാചകക്കാർഡിക്കലും നിങ്ങൾ നോക്കണം. ഒരു കാരണവശാലും ഞെട്ട് കളയത്തില്ല. ഞെട്ടൊക്കെ അതിൻ്റെ വെറൈറ്റി പരിപാടിയല്ലേ, 1.5 കളിയ. എന്നിട്ട് പതുക്കെ ഇവനെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇവനൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. മമ്മി ബിഗ് ബോസ് തുടങ്ങിയല്ലോ. എന്ത് പറയാനാ എൻ്റെ മക്കളെ, ഈ ഗ്ലാമറൊക്കെ കണ്ട. ഇതൊക്കെ പിന്നെ ബിഗ് ബോസ് എന്നെ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരുന്നതാ. മുടിയൊക്കെ വെട്ടി റെഡിയായി ഇരുന്നതാ. നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. പക്ഷെ ബിഗ് ബോസിലോട്ട് പോകാനായിട്ട് എന്താ ഒരു വഴിയെന്ന് എൻ്റെ പ്രേക്ഷകരെ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. എന്താ ബിഗ് ബോസിൽ പോകാനുള്ള വഴി? ഒരു ചിരി ബമ്പർ ചിരി പോണം, ബിഗ് ബോസിൽ പോണം, മൊത്തത്തിലൊന്ന് ഫേമസ് ആണം. അതാണ് ഇപ്പോഴത്തെ ഒരു വിചാരം. പൈസ കാലത്ത് ഒന്ന് ഫേമസ് ആയി 10 പേര് അറിയപ്പെടണം. ഇപ്പൊ തന്നെ 10 ലക്ഷങ്ങളൊന്നും അടിച്ചില്ല കേട്ടാ. അത് പ്രേക്ഷകരെ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, എന്നിട്ട് എല്ലാവരും എന്നെ ഒന്ന് ഷെയർ ചെയ്യൂ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ, ഇത്രയും ഫേമസ് ആണ് 10 പേര് അറിയണമെന്നൊക്കെ തോന്നാൻ എന്താ? പൈസ ആയി, ഇനി വേറെ പണികളൊന്നുമില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. ഇനി ഉള്ള ജീവിതം സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് മനസ്സിലായി. അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരുന്ന വികാരം അറിയപ്പെടണമെന്ന് മനസ്സിലേക്ക് തന്നെ വരുന്നു. ലോകം മുഴുക്ക അറിയപ്പെടണം. ഇനി ഒന്ന് സന്തോഷമായിട്ടൊക്കെ നടക്കണം.
ഞങ്ങളുടെ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നില്ലല്ലോ, ഒരാൾക്ക് സന്തോഷിക്കാനായിട്ട് ലോകം മുഴുവൻ എടാ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ടി വി ആകട്ടെ, ഒരു യൂട്യൂബ് ആകട്ടെ, ഒന്നുമില്ല. ആ പടം ഒരു റേഡിയോയാണ് ഉണ്ടായിരുന്നത്. ആ റേഡിയോയിൽ പോകാനായിട്ട് നമുക്ക് ആ കാലത്ത് പറ്റിയില്ല. പക്ഷെ ഇപ്പോഴല്ലേടാ എല്ലാവർക്കും കിട്ടിയ ഒരു ചാൻസ്, എല്ലാവർക്കും കിട്ടിയൊരു സുവർണ അവസരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പം അതനുസരിച്ച് നാട് ഓടുമ്പോ നടുവേ ഓടട്ടുന്നേ, നമുക്കും പോണം. അതാണ് എൻ്റെ ആഗ്രഹം. നമ്മള് മാത്രം ഇങ്ങനെ അടങ്ങിക്കൂടി ഈ വയസ്സായി പ്രായമായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നു, അയ്യോ മുടിയൊക്കെ വെട്ടി ഭയങ്കര മോഡലൊക്കെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് എന്ന് പറയുന്നു. ഇപ്പൊ ചിലർ പറയുന്നു നേരത്തെ ആയിരുന്നു നല്ല സുന്ദരി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ സുന്ദരി, എനിക്കിപ്പോഴാണ് വളരെ സന്തോഷമായത്. മമ്മിയാണ് തോപ്പിക്കുന്ന ആർക്കും പറ്റത്തില്ല. മമ്മി ചെയ്യുന്നതെല്ലാം മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആരും ഉള്ളതില്ലെന്ന് പറഞ്ഞാലും പറയും എനിക്ക് കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നു, അടിപൊളിയാണ്. ഞാൻ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിനും മുൻതൂക്കം കൊടുക്കത്തില്ല. എനിക്ക് എൻ്റെതായിട്ടൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കും. ആ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. യൂട്യൂബിലൊക്കെ അന്യായ കമന്റ് ഒക്കെ വരുമ്പോ അവരെ അംഗീകരിച്ചില്ല, അവര് നല്ല ചീത്ത വിളിക്കും. അവരെയൊക്കെ അംഗീകരിക്കാം, യൂട്യൂബിൽ വരുന്നവർക്ക് ഞാൻ അംഗീകരിച്ചോളാം. പക്ഷെ എന്റെ വ്യക്തിത്വത്തിൽ മാറ്റാനായിട്ട് ആർക്കും പറ്റത്തില്ലല്ലോ. യൂട്യൂബിൽ കമന്റ് പറയാനല്ലേ പറ്റത്തുള്ളൂ. എന്നാലും എന്റെ വ്യക്തിത്വം അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ബിഗ് ബോസ് കാണുവാണെങ്കിൽ അറിയാം, ഇത് കൊണ്ടുവന്നിട്ട അവിടെ ഒരു പോരാളിയായിട്ട് ഒരു പൂങ്കോഴിയെ പോലെ നിന്ന് പോരാടുന്ന ഒരാളാണെന്ന് ഇപ്പൊ മോഹൻലാൽ കാണുവാണെങ്കിൽ മോഹൻലാലിന് മനസ്സിലാവും. ലാലേട്ടന്റെ ഇനി അടുത്ത സീസണിലേ പറ്റത്തുള്ളൂ. അതെ അതെ, അടുത്ത സീനിൽ അടുത്ത 8-ലേക്കെങ്കിലും എന്നെ ഒന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ 7 ഒന്നും പറയണ്ട. പിന്നെ ഞാനെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ രേണു സുധീനെ അവിടെ ഇട്ട് പൊരിക്കുന്നുണ്ട്, പൊളി തുടങ്ങിയിട്ടുണ്ട്. എന്തോ പറഞ്ഞ ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാവോ, മേക്കില്ലേ നമ്മുടെ ഫോണിലുള്ള യൂട്യൂബിലെ മേക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ് പുതിയ എപ്പിസോഡായ നമ്മുടെ ബിഗ് ബോസ് എന്നെ മലയാളത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞപ്പോ ഉടനെ വന്നു. ഉടൻ അടി ബിഗ് ബോസ് വന്നു, ഞാൻ കാണാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞത് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഞാനൊരു ഇവിടെ സെർച്ച് ചെയ്തൊന്നാണ് മൈക്കിൽ വോയിസ്. അപ്പൊ നമുക്ക് ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇലയെ അങ്ങോട്ട് ചേർക്കാൻ ഇട്ട് കൊടുക്കാം. തണ്ടൊന്നും അരിഞ്ഞിരിക്കാൻ നേരമില്ലായിരുന്നു. തണ്ടിനൊന്നും എടുത്തില്ല. ഇലക്കറിയാണ്. ഇല ചീരയുടെ ഇല മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഇത്തിരി വിസ്തീർണമുള്ളൊരു പാത്രം എടുത്തിട്ട് എൻ്റെ കൈക്കിണങ്ങിയതുപോലെ ഞാൻ ഇണക്കാന്ന് പറഞ്ഞപ്പോൾ ഇത് അവിഞ്ഞു പോകും. പക്ഷെ റയാൻ അത് സമ്മതിച്ചില്ല. ഞാൻ ഓർത്ത് ഇതിൽ കൊള്ളുമായിരിക്കും. ഇത് കൊള്ളുകയൊക്കെ ചെയ്യും, പക്ഷെ ഇളക്കൽ നടക്കത്തില്ല. ഇളക്കാനാണ് അതുപോലെയുള്ള ഉരുളികളൊക്കെ എടുക്കുന്നതും. ഒന്ന് മിക്സ് ചെയ്യണമെങ്കിലൊക്കെ എൻ്റെ വലിയ പിഴ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്. എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. ഇപ്പം ഞാൻ ഇതെന്ത് കഷ്ടപ്പെട്ട് വേണമെന്നറിയാമോ, താഴെ പോകരുതും അവിടെ പോകരുതും. ഇതേ പോണ കഷ്ടപ്പെട്ട് കഴുകി എടുത്തുകൊണ്ട് വരുന്ന ചീരയിലേനെ പിന്നെ നമ്മൾ അവിടെ ഇട്ട് ഇവിടെ ഇട്ട്. പക്ഷെ ഇത് അവിഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. മുട്ട ചേർക്കുന്ന ഇതൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആണ് മുട്ട ചേർക്കുന്നത്. എല്ലാം കാണിച്ചു തരാം. അപ്പം ഗൈസ്, നിങ്ങൾ ചീരത്തോറിൽ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാൻ കേട്ടാ. എനിക്ക് പഴയതുപോലെ ഒന്നും ഇങ്ങനെ മനസ്സ് മുറുകി ഇങ്ങനെ വിഷമിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകണം. പോലും വലിയ പാത്രത്തിൽ റിലാക്സ് ചെയ്യായിരുന്നു. ഇതിപ്പോ ഞാൻ മാനസികമായിട്ട് വളരെ പിരിമുറുക്കത്തിൽ ഇങ്ങനെ പതുക്കെ അവിടെ പോകരുതും ഇവിടെ പോകരുതും, അവിടെ തട്ടരുതും ഇവിടെ തട്ടരുതും എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാ നീ എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത്? സംഗതി ചെയ്തു വരുമ്പോ ഇത്രേ ഉള്ളൂ. എല്ലാം ചൊങ്ങി. പക്ഷെ അതിനെ ഒന്ന് കൂട്ടി എടുക്കുന്നെങ്കിലുണ്ടല്ലോ, ആദ്യത്തെ ഇത്തിരി പണി ഇത്തിരി ഭയങ്കര പണിയാ. അത്ര നേരം മമ്മീനെ ഞാൻ സ്ട്രെസ് കൊടുത്തു. സോറി പറ. ഈ പ്രായത്തിൽ ഒരു കാരണവശാലും ഡ്രസ്സ് തരരുത്. അത് തരരുതേ, ആ പറഞ്ഞ സാധനം തരരുതേ. എപ്പോഴും എന്നെ ഇങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് കൊണ്ടു നടക്കുക. ഇനി ഒരു 100 വയസ്സ് വരെ നല്ല റിലാക്സ് ആയിട്ട് ജീവിക്കണം. നിങ്ങളെ 101 വയസ്സ് വരെ നിങ്ങളെയൊക്കെ വളർത്താൻ നേരത്ത് ഒരുപാട് ഡ്രസ്സ് എടുത്തായിരുന്നു.
സ്ട്രെസ്. അത് ഞാൻ എടുത്തായിരുന്നു. ആ അപ്പോൾ നമ്മളിത് ചീരത്തോരൻ നമ്മൾ ഏകദേശം നല്ല കളറുള്ള നല്ല ചീരയായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 2 മുട്ടയിട്ട് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ അകത്ത് ഉപ്പും ഉണ്ടാകുന്ന ഒന്ന് നോക്കിയേക്കട്ടെ. കൊള്ളാം. മുട്ട പൊട്ടിച്ചിടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പിട്ടോ മുട്ടയ്ക്ക് വേണ്ടി. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഇതിങ്ങനെ പകഞ്ഞിങ്ങനെ മാറ്റി വെക്കാം. പകഞ്ഞിങ്ങനെ മാറ്റി വെച്ചിട്ട് മുട്ടയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊട്ടിച്ചിടാം. അയ്യോ തോടൊക്കെ വീണ്. തോട് വേണമെങ്കിൽ എടുത്ത് കളയാം. ഇതൊക്കെയാണ് അമ്മമാരുടെ കൈ എന്ന് പറയുന്നത്. തോട് വീണാൽ എടുത്ത് കളയാനുള്ളതാണ് കൈ. 2ാമത്തെ മുട്ടയും ഇട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൻ്റെ അകത്തോട്ട് അല്പം ഉപ്പെടുത്ത് ഇവനെ ഇങ്ങനെ ഡാമിനേഷൻ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പതുക്കെ തീയിലിരിക്കുവാണ്. ഇതിനെ ഒന്ന് നമുക്കിങ്ങനെ മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത്രയായില്ലേ? നമുക്ക് എല്ലാവരെയും കൂടി നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളയുടെ പരുവമൊക്കെ മാറി മൊത്തം ഞാൻ അതിനെ ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഉപ്പും എല്ലാം കൂടി ജോയിൻ്റ് ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചീരേനെ എല്ലാത്തിനെയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാം. റയാൻ പറഞ്ഞ് ചീരത്തോരൻ കഴിക്കണമെങ്കിൽ അവന് മുട്ടയും കൂടി ഇട്ട് ചിക്കി കൊടുത്തെങ്കിൽ ചീരത്തോരൻ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ അതിനെന്താ സിമ്പിൾ, 5 മിനിറ്റത്തെ കാര്യം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാണുക, ഈ ചെയ്യുന്നതെല്ലാം കാണുക. അതുകൊണ്ട് ചീര മേടിച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് പ്രോട്ടീനും ചെന്ന് വൈറ്റമിനും ചെന്ന് അപ്പോൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അടങ്ങും. പ്രോട്ടീൻ കിട്ടി, ചീരന്ന് വൈറ്റമിനും കിട്ടി. അപ്പോൾ 2ഉം അടങ്ങി. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ വൈറ്റമിൻ സമ്പൂർണ്ണ സമൃദ്ധിയോടെ ഒരു ചീരത്തോരൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഇത് കാണുക. ഇതിന് എന്തെങ്കിലും വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തുക. യൂട്യൂബ് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. യൂട്യൂബാണത്. യൂട്യൂബേ ഞാനൊരു കണ്ടീഷൻ പറയുക. യൂട്യൂബ് ഇതൊന്ന് വൈറലാക്കി തരുവാണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ അപ്പുറം വരും. മമ്മി നമുക്ക് കുറച്ച് കണ്ടന്റ് ചെയ്താല. പക്ഷെ ഗൈസ് മമ്മിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുവാണെങ്കിൽ മൊത്തം കൊളാക്കും. ഒന്ന് തന്നു നോക്ക്. ഒന്ന് തന്നു നോക്ക്. നിങ്ങൾ നല്ല സ്ക്രിപ്റ്റ് തരുവാണെങ്കിൽ നല്ല പോലെ അടിപൊളിയായിട്ട് അലമ്പാക്കിയല്ല നല്ല ഒറിജിനൽ ആക്കി തരും. ഒന്ന് തന്നു നോക്ക് കയ്യിലോട്ട്. ഞങ്ങളിത് അതിന്റെ നാച്ചുറലാ. പക്ഷെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാക്കുന്ന ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണടാ ഞാൻ, കെ ജോസഫ്. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി കേട്ടാ. ഇനി നമുക്ക് മുട്ടയും വെന്തിട്ടുണ്ട്, ചീരത്തോരനുമായിട്ടുണ്ട്. നമ്മൾ എന്തിന്റെ കൂടെ വേണമെങ്കിൽ മനസ്സിലാവുന്ന പോലുമില്ല, അതേപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് കൊച്ചുങ്ങൾക്കൊക്കെ മുട്ട കഴിക്കാത്ത പിള്ളേർക്കൊക്കെ നമുക്ക് ഇതേ കളർഫുള്ളായിട്ട് ഇത്തിരി ചീര ഇലയൊക്കെ ആയിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിനും ആകും, പ്രോട്ടീനും ആകും. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിത് വെറുതെ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഇത് നീ ക്യാമറാമാൻ്റെ ശ്രദ്ധയ്ക്ക് അറ്റൻഷനായി നിൽക്കുക. നമുക്ക് ഇത് വിളമ്പാം. നല്ല ചൂടോടെ ചോറ് പോലെ വിളമ്പി റയാനിത് കഴിക്കട്ടെ. ഒരു സ്പൂണുമായിട്ട് ഞാൻ അവന് വെച്ച് കൊടുക്കുവാണ്. പക്ഷേ കുറച്ച് ചൂട് മാറിയിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. എൻ്റെ വാ പൊളിക്കാൻ ഞാൻ റെഡിയല്ല. അപ്പം കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ചൂടൊക്കെ ആറി ഒരുവിധം സെറ്റായിട്ടുണ്ട്. നല്ല കളർഫുൾ ചീരത്തോരൻ കഴിക്കണേ. സൂപ്പർ. ഇത് മാത്രം നമുക്ക് ഡയറ്റ് ഫുഡായിട്ട് വേണം കഴിക്കാം അല്ലേ? ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കിപ്പോൾ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ 10-85 കിലോ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വന്ന് ഇതുപോലെ ഇരിക്കുന്നവർക്ക്
ഇതൊന്ന് വൈകുന്നേരം നമുക്കൊരു മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് ഇതൊക്കെ എടുത്ത് ഇത്തിരി സാലഡും ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഡയറ്റിനും ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേട്ടൻ അമർത്തുക. അറിയാതെ പോകുന്ന മക്കളെല്ലാം ഒന്ന് അമർത്തി പോടേ. ഓക്കെ, ബൈ ബൈ. ഓ ബൈ.